നമസ്കാരം, എല്ലാവർക്കും ഫാൽക്കൺ എക്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അതിൽ ബഹുഭുജങ്ങൾ എന്നുള്ള ടോപ്പിക്ക് റിപ്പീറ്റ് ആയിട്ട് അതിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചാലോ? അതെ, ഇന്ന് നമ്മൾ ബഹുഭുജങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ബഹുഭുജങ്ങൾ എന്ന് വെച്ചാൽ ഭുജങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഭുജങ്ങൾ എന്ന് വെച്ചാൽ ശാഖകൾ എന്നൊക്കെയാണ് അർത്ഥം. സോ ഇവിടെ നമുക്ക് വശങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം വരിക. ബഹു എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ വശങ്ങൾ. എടാ, കൂടുതൽ വശങ്ങളുള്ള കുറച്ച് ജാമിതീയ രൂപങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതിൽ കുറച്ചെണ്ണമൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചവയായിരിക്കും. ഇതാ ഇവിടെ നോക്കിക്കോണേ. ത്രികോണം 3 വശമാണെങ്കിൽ നമ്മൾ അവയെ ത്രികോണം എന്ന് വിളിക്കുമെന്നും 4 ആണെങ്കിൽ ഓർത്ത് വെക്കുക ചതുർഭുജം. പേരിൽ തന്നെ ഉണ്ട് ചതുർഭുജം. 5 ആണെങ്കിൽ പഞ്ചഭുജം. 5 ആണെങ്കിൽ 5 വശങ്ങളാണെങ്കിൽ അവയെ നമ്മൾ പഞ്ചഭുജം എന്ന് വിളിക്കും. 6 വശങ്ങളാണെങ്കിൽ ഷഡ്ഭുജം എന്ന് വിളിക്കും. കഴിഞ്ഞിട്ടില്ല. 7 വശങ്ങളാണെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. 7 വശങ്ങളാണെങ്കിൽ അവയെ നമ്മൾ എന്ത് വിളിക്കും? സപ്തഭുജം എന്ന് വിളിക്കും. 7 വശങ്ങളാണെങ്കിൽ സപ്തഭുജം എന്ന് വിളിക്കും. എടാ, 8 വശങ്ങളാണെങ്കിൽ അതുകൂടെ ഓർത്ത് വെക്കണേ, അഷ്ടഭുജം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അഷ്ടഭുജം. നമ്മൾ ഇത് പേരൊക്കെ നേരത്തെ കേട്ടതായിരിക്കും. അഷ്ടക നിയമം ഒക്കെ നമ്മൾ പഠിച്ചതാ. 9 വശങ്ങളാണെങ്കിൽ, 9 സൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ 9 ആംഗിൾ ആണെങ്കിൽ നമ്മൾ അവയെ എന്ത് വിളിക്കും? നവഭുജം എന്ന് വിളിക്കും. ക്ലിയർ ആണോ? 10നെ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ ദശാവതാരം സിനിമയൊക്കെ കണ്ടവരാണ്. സോ 10 വശങ്ങളാണെങ്കിൽ ഭുജം എന്ന്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. 3 ആണെങ്കിൽ ത്രികോണമാണെന്നും ചിലവർ ഇംഗ്ലീഷിലൊക്കെ പേര് പഠിച്ചിട്ടുണ്ടാവും. മലയാളത്തിൽ എന്തായാലും പഠിക്കണേ, കാരണം എക്സാമിന് മലയാളത്തിലാ ചോദിക്കുക. ത്രികോണം 3 വശം, ചതുർഭുജം 4, പഞ്ചഭുജം 5, ഷഡ്ഭുജം 6, 7 ആണെങ്കിൽ സപ്തഭുജം, 8 ആണെങ്കിൽ അഷ്ടഭുജം, 9 ആണെങ്കിൽ നവഭുജം, 10 ആണെങ്കിൽ ദശഭുജം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ കൂടെ നമുക്കൊന്ന് പഠിച്ചാലോ? അതായത് ത്രികോണം ആണെങ്കിൽ ഞാൻ പറഞ്ഞു 3 വശമാണ് എങ്കിൽ ആകെ അകക്കോണുകളുടെ അളവ് എത്രയാണ്? 180. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു ത്രികോണത്തിന്റെ ആകെ കോണുകളുടെ അളവ് 180 ഡിഗ്രി ആണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാ. അങ്ങനെയാണെങ്കിൽ ചതുർഭുജത്തിന് എത്രയാ? ചതുർഭുജം 4 വശമുള്ള രൂപം, ചതുരമൊക്കെ മനസ്സിൽ വരും. ചതുരത്തിന്റെ ആകെ കോണളവ് 180 × 2 അഥവാ 360 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 180 അങ്ങോട്ട് കൂട്ടുക. ഇവിടെ ഒരു 180 ആയിരുന്നു 3 വശം. 4 വശമായപ്പോ, 3ൽ നിന്നും 4 വശമായപ്പോ ഒരു 180 കൂടി. ഇനി വേറൊരു രസകരമായ കാര്യം, 4ൽ നിന്നും ഒരു വശം കൂടി, അഥവാ ചതുർഭുജം പഞ്ചഭുജം ആയപ്പോൾ, 5 വശങ്ങളായപ്പോ വീണ്ടും ഒരു 180 കൂടി. 180 × 3 ആയി. വീണ്ടും 5 വശത്തിൽ നിന്നും 6 വശത്തിലേക്ക് വന്നപ്പോ, അഥവാ പഞ്ചഭുജം ഷഡ്ഭുജമായി മാറിയപ്പോ ആകെ അകക്കോണുകളുടെ അളവ് വീണ്ടും ഒരു 180 ഡിഗ്രി കൂടും. ശ്രദ്ധിച്ചോ, ഇവിടെ 180 × 4 എന്നാകും. അങ്ങനെയാണെങ്കിൽ സപ്തഭുജം എത്ര വശങ്ങളാ? നമ്മൾ അത് പഠിച്ചു വന്നേ ഉള്ളൂ. 7 വശങ്ങൾ. എടാ, 7 വശങ്ങളാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, 180 × ഞാൻ എത്ര എഴുതണമെന്ന് മാത്രം ഒന്ന് പറഞ്ഞേ. ഞാൻ എത്ര എഴുതണം? നമുക്കറിയാം ഒരു 180 കൂടും. ഇവിടെ 4 180 ആയിരുന്നെങ്കിൽ ഇവിടെ 5 180. 180 × 5 ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യം പിടികിട്ടുക. എടാ, അഷ്ടഭുജം ആണെങ്കിൽ 8 എണ്ണമാണ് വശം, 8 വശങ്ങളാണ്. സോ 180 × നമ്മൾ അവിടെ 8 അല്ല, പകരം എത്ര എഴുതണം? 6 എന്ന് എഴുതും. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ആകെ അകക്കോണുകളുടെ അളവ് ചോദിച്ചാൽ എത്ര വശങ്ങളാണോ ആ വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2 കുറച്ചിട്ട് 180 കൊണ്ട് ഇൻഡു ചെയ്താൽ മതി. അതായത് ഇവിടെ 8 വശങ്ങളായപ്പോൾ, 180 × 6 ആണ് വന്നത്. 8ൽ നിന്നും 2 കുറഞ്ഞിട്ടാണ് 180 കൊണ്ട് ഗുണിച്ചത്. എങ്കിൽ ദശഭുജമാണെങ്കിൽ ആകെ അകക്കോണുകളുടെ അളവ് ചോദിച്ചാൽ ഒരൊറ്റയടിക്ക് ഞാൻ എഴുതും 180 × 10 എഴുതാനൊക്കെ തോന്നും. 10 എഴുതരുത്, 2 കുറയ്ക്കണം. എത്ര വരും? 8 എന്ന് വരും. അല്ലേ? ഓക്കെ ആണോ? സെറ്റ് ആണ്. അങ്ങനെയെങ്കിൽ എടാ, നമ്മളിപ്പോ പഠിച്ച കാര്യം ഇതല്ലേ? ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ചതിനെ 180 കൊണ്ട് ഗുണിക്കുന്നു. വശങ്ങളുടെ എണ്ണം 10 ആണെങ്കിൽ 10ൽ നിന്നും 2 കുറയ്ക്കുന്നു, 180 കൊണ്ട് ഗുണിക്കുന്നു.
വശങ്ങളുടെ എണ്ണം 20 ആണെങ്കിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 20 വശങ്ങളുള്ള ആകെ കോണ് അളവുകളുടെ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ ആകെ അകക്കോണുകളുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 20 വശങ്ങളാണെങ്കിൽ 20ൽ നിന്നും 2 കുറയ്ക്കണം. എന്നിട്ട് 180 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതിനെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെക്കും. നമ്മൾ കുറച്ച് വലുതായതുകൊണ്ട് ഒരു ബഹുഭുജത്തിന്റെ ആകെ കോണുകളുടെ ആകെ അകക്കോണുകളുടെ എന്ന് പറയണേ, ആകെ കോണുകളുടെ അല്ലെങ്കിൽ ആകെ അകക്കോണുകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ 180 ഇൻറ്റു n മൈനസ് 2. n എന്താ? വശങ്ങളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ കോണളവുകളുടെ ആകെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ ഇവിടെ n ഈക്വൽ ടു 20 ആണ്. n ഈക്വൽ ടു 20. സോ ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോവാ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n മൈനസ് 2 ഇൻറ്റു 180 അല്ലേ? സോ n 20 ആയതുകൊണ്ട് 20 മൈനസ് 2 ഇൻറ്റു 180. എടാ 20 മൈനസ് 2 എല്ലാവർക്കും അറിയാം 18. സോ 18 ഇൻറ്റു 180 ചെയ്താൽ നമുക്ക് ഈ 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ ആകെ അകക്കോണുകളുടെ അളവ് കിട്ടും. ശരിയാണോ? 18 ഇൻറ്റു 18 324. ഒരു 0 അങ്ങോട്ട് ഞാൻ ചേർത്തിട്ടു. സോ എനിക്ക് 3240 സിമ്പിൾ ആയിട്ട് കിട്ടി. ശരിയാണോ? ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇത് സെറ്റ് ആണെങ്കിൽ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ ചാപ്റ്ററിൽ തന്നെ അവർക്ക് ഒരു 5 ക്വസ്റ്റ്യൻ, 5 or 6 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹോംവർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 5 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻ നമ്മൾ ഇനി ചെയ്യാൻ പോവാ. കൃത്യമായിട്ട് ആ 6 ക്വസ്റ്റ്യനും പഠിക്കാൻ പോവാ. പിന്നെ ഒന്നും നോക്കണ്ട, ഉറപ്പായിട്ടും ബഹുഭുജം എന്നുള്ളതിന് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അഥവാ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. തൊട്ടടുത്ത സ്ലൈഡിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ 6 എണ്ണം എന്ന് പറഞ്ഞ്. സോ ഈ 5 പ്ലസ് 1 6 ക്വസ്റ്റ്യൻ ഞാൻ വൃത്തിയായിട്ട് പഠിപ്പിക്കാൻ പോവാ. ശ്രദ്ധിച്ചിരുന്നോണേ. ഇതാ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവാം. ഒരു ബഹുഭുജത്തിലെ കോണുകളുടെ തുക 1980 ആണ്. ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിലെ കോണുകളുടെ തുക എത്രയാണ് എന്നതാണ് ചോദ്യം. എടാ ഇതിനേക്കാൾ ഒരു വശം കൂടുതലുള്ളതിന് എത്ര വരും? ഒരു വശം കുറവാണെങ്കിൽ എത്ര വരും? നമ്മൾ പഠിച്ചതാ. ഒന്ന് ആലോചിച്ച് നോക്ക്. തൊട്ട് മുന്നിലുള്ള സ്ലൈഡിൽ ഞാൻ പറഞ്ഞു ഓരോ വശം കൂടുമ്പോഴും ഓരോ 180 കൂടി വരുന്നു. ഓരോ വശം കുറയുമ്പോഴും ഓരോ 180 കുറഞ്ഞു വരും. സോ ഇവിടെ ഈ കോൺസെപ്റ്റ് വെച്ച് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇതിനേക്കാൾ ഒരു വശം കൂടുതലാണെങ്കിൽ ആകെ തുക എത്ര വരും? 1980ന്റെ കൂടെ ഒരു 180 കൂട്ടിയാൽ മതി. ഒരു 180 കൂട്ടിയാൽ മതി. അത് നമുക്ക് പിന്നെ കൂട്ടാം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വശം കുറഞ്ഞാലോ ഒരു വശം കുറവായ ബഹുഭുജത്തിന്റെയോ ശ്രദ്ധിക്കുക 1980 ആയിരുന്നു നേരത്തെ, അതിൽ നിന്നും ഒരു 180 കുറയും. ശ്രദ്ധിക്കണേടാ, ഒരു വശം കൂടിയാൽ ഒരു 180 കൂടുന്നും ഒരു വശം കുറഞ്ഞാൽ ഒരു 180 കുറയും. അഥവാ ഒരു 180 ഡിഗ്രി കുറയും എന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ കോൺസെപ്റ്റ്, ആദ്യത്തെ ചോദ്യത്തിൽ ആദ്യത്തെ കോൺസെപ്റ്റ് എന്തായിരുന്നു? ഓരോ വശങ്ങൾ കൂടുന്തോറും ഓരോ 180 ഡിഗ്രി കൂടി വരുന്നു. ആകെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n-2 ഇൻറ്റു 180. 2 കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ, മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോണേ. 27 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ ആകെ കോണുകളുടെ തുക എത്രയാണ്? ഓൾറെഡി നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയതാണ്. 20 വെച്ച് നമ്മൾ ചെയ്തതാ, ഓർമ്മയുണ്ടല്ലോ? 20 വശങ്ങൾ വെച്ച് നമ്മൾ ചെയ്തതാ. ഇവിടെ 27 കുട്ടികൾക്ക് കൊടുത്തതല്ലേ, നമുക്കും ചെയ്യാം. n ഈക്വൽ ടു 27 ആണ് എങ്കിൽ ടോട്ടൽ ആംഗിൾ എത്ര വരും? ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ടോട്ടൽ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 എന്ന് വരും. അഥവാ n ഇവിടെ 27 ആയതുകൊണ്ട് 27 മൈനസ് 2 ഇൻറ്റു 180 എന്ന് വരും. 25. 27ൽ നിന്നും 2 പോയാൽ 25. 25 ഇൻറ്റു 180 ചെയ്താൽ കിട്ടി. അത്രയല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാം? 25 ഇൻറ്റു 18 ചെയ്ത് നോക്കാം. 8 ഇൻറ്റു 5 എടാ 8 ഇൻറ്റു 5 40. 0 ഇട്ടു 4 ഒരെട്ട് 8 16 4 20. 1 5 1 2 2. സോ 0 5 4. നമ്മുടെ ആൻസർ 4500. ഞാനൊരു 0 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിയാണ് ഞാൻ 4500 എന്ന് പറഞ്ഞത്.
ആണോ? ക്ലിയർ ആണോ? ഇതൊന്ന് ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ പോരെ, വേറെ പരിപാടിയൊന്നുമില്ല, ഈസിയാ അല്ലേ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടെ നോക്കാൻ പോവാ. ഒരു ബഹുഭുജത്തിന്റെ ആകെ കോണുകൾ തുക എന്ന് പറയുന്നത് 8100 ആണ്. ഒരു ബഹുഭുജത്തിന്റെ ആകെ കോണുകളുടെ തുക 8100. എടാ അവര് കോണുകളുടെ തുക തന്നു, പകരം ചോദിച്ചത് വശങ്ങളാ. പകരം ചോദിച്ചത് എത്ര വശങ്ങൾ ഉണ്ട് എന്നാ. ഈസി ആയിട്ട് ചെയ്തൂടെ? n-2 into 180 ആണല്ലോ ആകെ അകക്കോണുകളുടെ തുക. അതാണ് 8100. എങ്കിൽ ഇതാ ഈ n എത്രയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈസി ആയിട്ട് ചെയ്തൂടെ? n-2 എത്രയാ? ഈ 180, ഇവിടെ നിൽക്കുന്ന 180 ഈക്വൽ ടു സൈന് ചാടിക്കിടക്കുമ്പോൾ സ്വഭാവം മാറുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 8100ന്റെ കൂടെ പോകുമ്പോ ഇവിടെ ഇൻറ്റു ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോ ഡിവൈഡ് ആകും, മറക്കരുത്. എങ്കിൽ വെട്ടി നോക്കിയാലോ? 0ഉം 0ഉം വെട്ടി. ശ്രദ്ധിച്ചോണേ, 18ഉം 810ഉം ബാക്കിയുണ്ട്. ഞാൻ 9 വെച്ച് വെട്ടാൻ പോവാ. 18ൽ എത്ര 9 ഉണ്ട്? 2 എണ്ണം. 81ൽ 9 എണ്ണം. കുറച്ചുകൂടെ വൃത്തി എഴുതിയാൽ മുകളിൽ 9 0 90 ഉണ്ട്, താഴെ 2 ഉണ്ട്. സോ 45 എന്ന് വരും. ചാടിക്കേറി 45 ഒന്നും കറുപ്പിക്കരുത്. ഇത് PYQ കൂടെയാണ് കേട്ടോ. എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ n-2 ആണ് നമുക്ക് 45 കിട്ടിയത്. n എത്രയാണെന്ന് ചോദിച്ചാൽ 45 പ്ലസ് 2 40. നമ്മുടെ ആൻസർ 40. സിമ്പിളാ, ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനും കൂടെ പറയാം, അടുത്ത കോൺസെപ്റ്റും കൂടെ പറയാം. ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1000 ആകുമോ? കാരണം വിശദമാക്കാനാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇതൊക്കെ എങ്ങനെയാ PSCയിൽ ചോദിക്കാന്ന്. ചോദിക്കാം, അതിനും വഴിയുണ്ട്. സോ ആദ്യം ഇതിനൊന്ന് ഉത്തരം ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് പിടികിട്ടിയെങ്കിൽ പിന്നെ ഒന്ന് PSC എങ്ങനെ ചോദിച്ചാലും പ്രശ്നമില്ല. എടാ ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1000 ആകുമോ? ആകാം, ആകാതിരിക്കാം, അങ്ങനെയുള്ള ഉത്തരവൊന്നും പറ്റൂല. ആകുമോ ആവില്ലയോ എന്ന് മാത്രം പറയാം. എന്ത് ചെയ്യാം? ആയിട്ട് പറയാം. അതായത് നമുക്കറിയാം ഏതൊരു ബഹുഭുജത്തിന്റെ ആയാലും കോണുകളുടെ തുക എന്താവണം? 180 ഇൻറ്റു സംതിങ് അല്ലേ? നമ്മൾ ഇത്ര നേരം ചെയ്തത് അതാ, 180 ഇൻറ്റു എന്തോ ഒരു സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതിനർത്ഥം കോണുകളുടെ തുക ഉറപ്പായിട്ടും 180ന്റെ മൾട്ടിപ്പിൾ ആവണം, 180ന്റെ ഗുണനം ആവണം. ഇവിടെ 1000 എന്ന് പറയുന്ന സംഖ്യ 180ന്റെ ഗുണനമല്ല. അതുകൊണ്ടാണ് ഒരിക്കലും ഏതൊരു ബഹുഭുജത്തിന്റെ ആയാലും കോണുകളുടെ തുക 1000 ആവൂല എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം നമ്മൾ വിശദമാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഇതിൽ നിന്ന് എങ്ങനെ ചോദ്യം വരാം? അടുത്ത എക്സാമിന് PSC എന്ത് ചെയ്യുമെന്നറിയോ? താഴെ തന്നിരിക്കുന്നവയിൽ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക അല്ലാത്തത് ഏത് അല്ലെങ്കിൽ ആയത് ഏത് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഇടാം. അപ്പൊ എന്ത് ചെയ്യരുത്? അയ്യോ ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ഇത് എങ്ങനെയാ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഓർക്കും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. സോ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞത്. എന്താ? കോണുകളുടെ ആകെ തുക അല്ലെ? ഏതൊരു ബഹുഭുജം ആയിക്കോട്ടെ അവയുടെ കോണുകളുടെ ആകെ തുക ഓർത്ത് വെക്കുക, ഉറപ്പായിട്ടും 180ന്റെ ഗുണിതമായിരിക്കും. ക്ലിയർ ആണെങ്കിൽ ഒരു കോൺസെപ്റ്റ് കൂടെ ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്. 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. 20 വശങ്ങളുള്ള ബഹുഭുജം എടുത്തു, അവയുടെ കോണുകൾക്കൊക്കെ എന്താ ഒരേ അളവാണ് എങ്കിൽ, ഒരേ അളവാണെങ്കിൽ ആ ഒരു കോൺ എത്രയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് എങ്ങനെ ചെയ്യാം? 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ ആകെ അകക്കോണ് കാണാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ നേരത്തെ ചെയ്തതാ, ഓർമ്മയില്ലേ? 20 വശമാണെങ്കിൽ 2 കുറയ്ക്കണം 18 കിട്ടുമെന്നും 18 ഇൻറ്റു 180 ചെയ്താൽ ആകെ അകക്കോണ് കിട്ടുമെന്നും അറിയാം. പക്ഷെ ഇവിടെ ആകെ അകക്കോണ് വേണ്ട, ഒരൊറ്റ ഒരെണ്ണം. 20ഉം തുല്യമാണെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം എത്ര വരും? എടാ എങ്ങനെ ചെയ്യും? ആദ്യം ഞാൻ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പോവാ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിക്കാണും. ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ n-2 ഇൻറ്റു 180. n-2 ഇൻറ്റു 180. ശ്രദ്ധിച്ചോണേ, n എന്ന് പറയുന്നതാണ് നമ്മുടെ 20. n എന്ന് പറയുന്നതാണ് നമ്മുടെ 20. സോ 20ൽ നിന്നും 2 പോയാൽ 18. നമ്മൾ ഇത് ഓൾറെഡി ചെയ്ത കാര്യം. 18 ഇൻറ്റു 180 ചെയ്യുമ്പോൾ 3240 കിട്ടും.
പക്ഷെ ഈ 3240 എന്താണ്? ആകെ അകക്കോണുകളുടെ അളവാണ്. ആകെ അകക്കോണുകളുടെ അളവാണ് 3240 എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് വൺ ആംഗിൾ, എല്ലാ ആംഗിളും തുല്യമാണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓരോ ആംഗിളും തുല്യമാണെങ്കിൽ എത്ര വരും എന്ന് ചോദിച്ചാൽ ഈ 3240 നമുക്ക് എത്ര കൊണ്ട് ഹരിക്കണം? 20 ആംഗിൾ ആണല്ലോ ഉള്ളത്. 20 വശങ്ങളാണെങ്കിൽ 20 ആംഗിൾ ഉണ്ടാവും. സോ 20 വെച്ച് നമ്മൾ ഹരിക്കാൻ പോവാ. 0 0 വെട്ടി 324 ഹരിക്കണം 2 അഥവാ 162 ഡിഗ്രി എന്ന് വരും. 162 ഡിഗ്രി. സെറ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ഓക്കെ എന്ന് പറയാം. സെറ്റ് ആണെങ്കിൽ മാത്രം ഞാൻ അടുത്ത പറയുന്ന ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടം വരെ ക്ലിയർ ആണോ? അതായത് 20 വശങ്ങളുള്ള ഒരു പോളിഗൺ അഥവാ ഒരു ബഹുഭുജം. ഈ 20 വശങ്ങളുള്ള ബഹുഭുജം പറഞ്ഞ ഉറപ്പായി 20 ആംഗിൾ ഉണ്ടാവും. ഈ 20 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര വരും എന്ന് നമ്മൾ കണ്ടുപിടിക്കും. എന്ത് ചെയ്യും? 20ൽ നിന്നും 2 കുറച്ച് 150 കൊണ്ട് ഗുണിക്കും. അത് സെറ്റാ, ഉറപ്പാ. അങ്ങനെ എനിക്ക് 3240 കിട്ടി. അങ്ങനെ ആകെ കോണൊന്നും വേണ്ട, ഒരു കോൺ എല്ലാം തുല്യമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? ഈ 3240 20 തുല്യ ഭാഗങ്ങളായി വീതിക്കണം. അതുകൊണ്ട് ഞാൻ 20 കൊണ്ട് ഹരിച്ചു. 62 കിട്ടി. എടാ, കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. പക്ഷെ ഇത് ഓർത്ത് വെക്കണം അല്ലെ? കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇവിടെ ചെയ്യാം. ഏതൊരു ബഹുഭുജം എടുത്താലും നമ്മളിപ്പോ പഠിച്ചു, 10 പേരൊക്കെ പഠിച്ചു അല്ലെ? ത്രികോണം, ചതുർഭുജം, സപ്തഭുജം, അഷ്ടഭുജം, ദശഭുജം എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ടിരുന്ന് പേരൊക്കെ പഠിച്ചു. ഈ രൂപങ്ങളുടെയും അല്ലെങ്കിൽ 20 വശം ആയിക്കോട്ടെ 30 വശം ആയിക്കോട്ടെ ഏതൊരു ബഹുഭുജം ആയിക്കോട്ടെ അവയുടെ ആകെ അകക്കോണ് കാണാൻ നമ്മൾ പഠിച്ചു. അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഓരോ വശം കൂടുമ്പോഴും ഓരോ 150 മാറുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃത്യമായി പഠിച്ചു. ഈ അകക്കോൺ എന്ന് പറയുമ്പോൾ അപ്പൊ പുറംകോണോ, എക്സ്റ്റീരിയർ ആംഗിളോ? എടാ, ഈ എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ എന്തുകൊണ്ടാ പഠിക്കാത്തതെന്ന് വെച്ചാല് ഏതൊരു ബഹുഭുജം എടുത്താലും അവയുടെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി. ഏതൊരു ബഹുഭുജം എടുത്താലും അവയുടെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അത് മാറത്തില്ല. ത്രികോണം എടുത്താലും ചതുർഭുജം എടുത്താലും ദശഭുജം എടുത്താലും പുറംകോണുകളുടെ തുക 360. എന്താ വലിയ അതിശയമൊന്നും ചിലർക്ക് തോന്നില്ല. ഇതിപ്പോ എന്താ ഇതിലിപ്പോ ഉള്ളതെന്നല്ലേ? ശ്രദ്ധിച്ചോ, 20 വശങ്ങളുള്ള ബഹുഭുജം അല്ലേ? ഈ 20 വശങ്ങളുള്ള ബഹുഭുജത്തിലെ കോണുകൾക്കെല്ലാം ഒരേ അളവാണെങ്കിൽ അകക്കോണുകളെല്ലാം സെയിം ആണെങ്കിൽ പുറംകോണും സെയിം ആയിരിക്കും. സോ പുറംകോൺ ആകെ 360 ഡിഗ്രിയാണ്. ഈ 360ഉം 20 പീസായി ഞാൻ വെട്ടാൻ പോവാ. 20 പീസായി വെട്ടുമ്പോൾ 36/2 എനിക്ക് 18 ഡിഗ്രി കിട്ടി. ഈ 18 ഡിഗ്രി എന്താ? ഒരു പുറംകോൺ. ഒരു പുറംകോൺ 18 ഡിഗ്രി ആണെങ്കിൽ ഒരു അകക്കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ എടാ സിമ്പിളാ. 180ൽ നിന്നും ഈ 18 കുറച്ചാൽ മതി. 180ൽ നിന്നും ഈ 18 കുറയ്ക്കുമ്പോൾ 162 ഡിഗ്രി. എളുപ്പം എത്തി. ഇത്രയും ചെയ്തതിന് ഈ 2 സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിലെ ആകെ അകക്കോണുകളെല്ലാം തുല്യമാണ് എങ്കിൽ ഓരോ പുറംകോണും എത്ര? എടാ, 18 വശങ്ങളുള്ള ബഹുഭുജത്തിലെ എല്ലാ ആംഗിളും തുല്യ, അകക്കോണുകളെല്ലാം തുല്യ. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന്റെ ഓരോ പുറംകോണും എത്ര ഡിഗ്രിയാണ്? ശ്രദ്ധിച്ചോണേ, പുറംകോണാണെങ്കിൽ എനിക്ക് ഒരു പേടിയില്ല. ടോട്ടൽ 360. 18 വശം ആയതുകൊണ്ട് 18 ആംഗിൾ ഉണ്ടാവും. സോ ഒരു ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 360/18 വെട്ടി 20 ഡിഗ്രി എന്ന് കിട്ടി. ഒരു പുറംകോൺ അല്ലെ, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 20 ഡിഗ്രി. ചോദ്യം അടുത്തത്, അതിന്റെ ഓരോ അകക്കോണും എത്രയാണ്? ഇന്റീരിയർ ആംഗിൾ ആ ചോദിച്ചിരിക്കുന്നത്. ഇന്റീരിയർ ആംഗിൾ എത്രയാണെന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ മൊത്തം ഇരുന്ന് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് 180ൽ നിന്നും ഈ 20 ഡിഗ്രി അങ്ങോട്ട് കുറച്ചു കൊടുക്കുക. നമ്മുടെ ഉത്തരം 160 ഡിഗ്രി. അതായത് പുറംകോണും അകക്കോണും ഒക്കെ കൂട്ടുമ്പോൾ 180 വരണം. ലീനിയർ പെയേഴ്സ് അവര്, രേഖീയ ജോഡിയാണ്. സോ ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ഒരു അകക്കോണ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പുറംകോണ് കാണാം. എങ്ങനെ കാണും? 360ൽ നിന്നും വശങ്ങളുടെ എണ്ണം ഹരിച്ച് ഒരു പുറംകോണ് കാണും. ഒരു പുറംകോണ് കിട്ടിക്കഴിഞ്ഞാൽ 180ൽ നിന്നും കുറച്ചു കഴിഞ്ഞാൽ ഒരു അകക്കോണ് കിട്ടും.
എടാ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു ഒന്ന് സ്പീഡായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊന്ന് ഓട്ടിച്ച് ഒന്നുകൂടെ പറയാൻ പോവാ. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചത് എന്താ? വശങ്ങളുടെ എണ്ണം വെച്ച് പേര് പറയാൻ പഠിച്ചു. ഉറപ്പാണ്, അതൊന്ന് പറഞ്ഞു നോക്കുക, സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ പഠിച്ചു. എന്താ? വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2 കുറച്ച് 180 കൊണ്ട് ഗുണിക്കുക. 2 പോയിന്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു ഓരോ വശങ്ങൾ കൂടുന്തോറും ഓരോ 180 ഡിഗ്രി കൂടുന്നു എന്ന് പഠിച്ചു. മൂന്നാമത്തെ പോയിന്റ്. അത് കഴിഞ്ഞ് 4ാമത് പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചു 20 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ ആകെ കോൺ എത്ര? സോ ആ ഒരു ടൈപ്പ് പഠിച്ചു. അത് ഓൾറെഡി നമ്മൾ പഠിച്ചത് n-2 × 180 ഇട്ട് ചെയ്താൽ മതി. പിന്നെ 27 വെച്ചിട്ടും പഠിച്ചു. അതിനുശേഷമാണ് കോൺസെപ്റ്റ് അടിപൊളിയായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. അത് 1000 ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1000 ആകുമോ എന്ന് ചോദിച്ചു. ആകുമോ? ഇല്ല. കാരണം അത് 180ന്റെ ഗുണിതം അല്ല എന്നും പഠിച്ചു. അത് കഴിഞ്ഞ് പുറംകോണ് കാണാൻ പഠിച്ചു. പുറംകോണ് വെച്ച് ഒരു അകക്കോണ് കാണാനും പഠിച്ചു. ഇത്രയും വ്യക്തമായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് മനസ്സിലായെങ്കിൽ ഞാനൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കാം. ആലോചിച്ച് നോക്കുക. ഉത്തരം എന്ത് ചെയ്യുക? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കിട്ടുകയാണെങ്കിൽ ഉത്തരം എന്തായാലും കമന്റ് ചെയ്യണേ. അതായത് ചോദ്യം സിമ്പിളാ. ഏതോ ഒരു ബഹുഭുജം, ഇന്ന് നമ്മൾ പഠിച്ച കുറെ 10 പേര് പഠിച്ചില്ലേ? ത്രികോണം മുതൽ 10 വശങ്ങളുള്ളത് വരെ നമ്മൾ പഠിച്ചല്ലോ. ഈ ബഹുഭുജത്തിൽ ഏതോ ഒരു ബഹുഭുജത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവയുടെ അകക്കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് പുറംകോണുകളുടെ തുക. ഒന്നുകൂടെ, ഏതോ ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത്. നേരെ തിരിച്ചും വരാട്ടോ. പുറംകോണുകളുടെ തുകയുടെ പകുതിയാണ് അകക്കോണുകളുടെ തുക. എങ്ങനെ വേണേ പറയാം. സോ അത് ഏത് ബഹുഭുജമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അതും കിട്ടാത്തവർക്ക് വേറൊരു ക്ലൂ തരാം. അതായത് ഈ ബഹുഭുജത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ബഹുഭുജത്തിന് മാത്രം വികർണങ്ങൾ വരയ്ക്കാൻ കഴിയില്ല, അഥവാ ഡയഗണൽസ് വരയ്ക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ 2 ക്ലൂ തന്നിട്ടുണ്ട്. ഈ 2 ക്ലൂവും എക്സാമിന് ചോദിച്ചതും തന്നെയാ. സോ അത് ഏത് ബഹുഭുജമാണെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കാമോ? നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.